On the 4th day, we finally reached Rajasthan. The coming 2 days, നമ്മൾ ജയ്പൂരായിരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് സിറ്റി ഈസ് കോൾഡ് പിങ്ക് സിറ്റി ഫോർ എ റീസൺ. ആൻഡ് ദ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണും. ട്രെയിൻ ഇറങ്ങി വന്ന പാടെ റൂം എടുത്തു. യു ക്യാൻ either go for hostels or you can stay in the ധർമ്മശാലാസ്. രാജസ്ഥാനിൽ ഒട്ടുമിക്ക മെയിൻ ടൂറിസ്റ്റ് പ്ലേസിൽ യു ക്യാൻ സീ ദീസ് ധർമ്മശാലാസ്. എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ പൈസക്ക് തങ്ങാൻ പറ്റിയ പ്ലേസാണ്. 200 രൂപ മുതൽ നമുക്ക് സിംഗിൾ റൂംസ് കിട്ടും. അവിടെ നിന്ന് ഫ്രഷായി ഹവാമഹൽ കാണാറായി. മുംബൈയിലെ പോലെയല്ല. ഓൺ പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആൾക്കാർ, പരിചയമില്ലാത്ത ഭാഷ. ഇപ്പോഴാണ് സോളോ ട്രാവലിൻ്റെ ഒരു മൂഡിലേക്ക് വന്നത്. ഇന്നത്തെ ഐറ്റിനറി സിമ്പിളാണ്. 2 പ്ലേസാണ് എനിക്ക് വിസിറ്റ് ചെയ്യാൻ മൈൻഡിലുള്ളത്. ഒന്ന് ഹവാമഹലും പിന്നെ ഒന്ന് സിറ്റി പാലസും. ഹവാമഹലിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. പറയാതിരിക്കാൻ വയ്യ, സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പിങ്ക് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഈ ഒരു പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 5 അടി പൊക്കമുള്ളൊരു കെട്ടിടത്തിൻ്റെ വലിപ്പമുണ്ട് ഈ പറഞ്ഞ പാലസിന്. ആൻഡ് ദിസ് പാലസ് ഈസ് ഓൾസോ നോൺ ആസ് ദി പാലസ് ഓഫ് വിൻഡ്സ്. ഏകദേശം ഒരു 953 സ്മോൾ വിൻഡോസ് നമുക്കതിൽ കാണാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു പാലസിൻ്റെ ആകൃതി വരുന്നത്. പിന്നെ കൃഷ്ണൻ്റെ കിരീടത്തിനോടും കുറച്ച് സാമ്യമുണ്ടെന്ന് പറയുന്നു.